അതിൽ ആറാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയിൽ തന്നെയാണ് ഈ ആറാം ഘട്ടം തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അനുസരിച്ച് നോക്കാൻ കഴിയുന്നത്. കാരണം വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അത് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ പോളിംഗ് ഇപ്പോൾ ഏറെക്കുറെ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് NDA സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വർദ്ധിച്ചു വരുന്ന ജനസ്വീകാര്യത ഒക്കെ തന്നെ NDA മുന്നണിയിൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ അങ്കലാപ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ ആറാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആറാം ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും വിധി എഴുതിയെന്ന് പറയാം. 58 മണ്ഡലങ്ങളും 899 സ്ഥാനാർത്ഥികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ചത്. ആകെ പോളിംഗ് ശതമാനം 5 മണിവരെയുള്ള കണക്കനുസരിച്ച് 57.70% ഓരോ മണ്ഡലങ്ങളിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് മടങ്ങിയെത്താം. ബീഹാറിൽ പരിശോധിച്ചാൽ ബീഹാറിൽ 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടിംഗ് നടന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 52.24% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമ ചമ്പാരൻ, പൂർവി ചമ്പാരൻ ഈസ്റ്റ്, പൂർവി ചമ്പാരൻ വെസ്റ്റ് അടക്കം 8 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. പശ്ചിമ ചമ്പാരൻ, പൂർവി ചമ്പാരൻ ഈസ്റ്റ്, പൂർവി ചമ്പാരൻ വെസ്റ്റ് അടക്കം 8 മണ്ഡലങ്ങൾ. പശ്ചിമ ചമ്പാരനിൽ BJPയുടെ സഞ്ജയ് ജയ്സ്വാളും കോൺഗ്രസിൻ്റെ മദൻ മോഹൻ തിവാരിയും തമ്മിലാണ് മത്സരിച്ചത്. വലിയ മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. തിവാരി മുൻ MLA കൂടിയാണ്. അതായത് മദൻ മോഹൻ തിവാരി എന്ന് പറയുന്നത് അവിടുത്തെ മുൻ MLA കൂടിയാണ്. അത്തരത്തിൽ നമുക്ക് നോക്കുമ്പോൾ പശ്ചിമ ചമ്പാരൻ, പൂർവി ചമ്പാരൻ ഈസ്റ്റ്, പൂർവി ചമ്പാരൻ വെസ്റ്റ് അടക്കം 8 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. പശ്ചിമ ചമ്പാരനിൽ BJPയുടെ സഞ്ജയ് ജയ്സ്വാൾ കോൺഗ്രസിൻ്റെ മദൻ മോഹൻ തിവാരിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത്. ഇനി ദില്ലിയിലേക്ക് വന്നാൽ, ദില്ലിയിൽ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ കുറേ ദിവസങ്ങൾ ജയിലിൽ കിടന്ന ശേഷം വന്നപ്പോൾ ഉണ്ടായ അവിടുത്തെ ഒരു സ്വീകാര്യത, ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഇറങ്ങി സംസാരിച്ചപ്പോൾ മോദിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ദില്ലിയിലേക്ക് വന്നാൽ ദില്ലിയിൽ 7 മണ്ഡലങ്ങളാണ് ഉള്ളത്. പോളിംഗ് ശതമാനം 53.73% ദില്ലിയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ 7 മണ്ഡലങ്ങൾ അവസാന ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഉള്ളതല്ല, ഏറ്റവും ഇതുവരെയുള്ള പുതിയ കണക്കുകൾ അനുസരിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. 53.73% പോളിംഗ് നടന്നത്. ദില്ലിയിലേക്ക് പരിശോധിച്ചാൽ ദില്ലിയിലെ മണ്ഡലങ്ങളുടെ എണ്ണം 7 ആണെങ്കിൽ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ന്യൂ ദില്ലിയും നോർത്ത് ഈസ്റ്റ് ദില്ലിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ. അതായത് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ ഇത്തവണ മനോജ് തിവാരിയും കനയ്യകുമാറും തമ്മിലാണ് കൊമ്പ് കോർത്തത്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ അതായത് മനോജ് തിവാരിയും കനയ്യകുമാറും തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ന്യൂ ദില്ലിയിലാകട്ടെ സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസ്വാരി സ്വരാജ് ഇത്തവണ BJPക്കായി ഇറങ്ങി. ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതിയാണ് ബൻസ്വാരിക്കെതിരെ മത്സരിച്ചത്. അതായത് സുഷമ സ്വരാജിൻ്റെ മകൾക്കെതിരെ മത്സരിച്ചത് ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതിയാണ്. അവിടെ അത്തരത്തിലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഏതായാലും ദില്ലിയിലെ ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം വലിയ ഒരു NDA സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയ ആ ഒരു ജനസ്വീകാര്യതയൊക്കെ തന്നെ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ആം ആദ്മിയൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ദില്ലിയിൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവരും കണക്ക് കൂട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ ദില്ലിയും നോർത്ത് ഈസ്റ്റ് ദില്ലിയിലെയും അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഇനി നമുക്ക് ഹരിയാനയിലേക്ക് വരാം. ഹരിയാനയിൽ 10 മണ്ഡലങ്ങളാണ് ജനവിധി തേടിയത്. പോളിംഗ് ശതമാനം 55.93%. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കർഷകരും സൈനികരും നിർണായക വോട്ട് ബാങ്കായ ഹരിയാനയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മത്സരം നടന്നത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കർഷകരൊക്കെ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകർ സമരവും ആയി ബന്ധപ്പെട്ടൊക്കെ NDAക്ക് അതായത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള
ഒരു സംസ്ഥാനം കൂടിയാണ്. കർഷകരും സൈനികരും നിർണായക വോട്ട് ബാങ്കായ ഹരിയാനയിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മത്സരം നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് കർണാൽ, ഗുരുഗ്രാം. കർണാളിൽ BJPയുടെ മനോഹർ ലാൽ ഖട്ടറും കോൺഗ്രസിൻ്റെ ദിവ്യാൻഷു ബുദ്ധിരാജയുമാണ് മത്സരിച്ചത്. വലിയ മത്സരം തന്നെയാണ് അവിടെയും നടന്നത്. ഇനി ഒഡീഷയിലേക്ക് എത്തിയാൽ ഒഡീഷയിൽ 6 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒഡീഷയിലെ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 59.60% ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് നമുക്ക് നൽകാൻ കഴിയുന്നത്. അവിടെ പുരി, സംബാൽപൂർ, ഭുവനേശ്വർ അടക്കം 6 മണ്ഡലങ്ങളാണ് ഒഡീഷയിലുള്ളത്. അതുകൊണ്ട് തന്നെ പുരിയിലെ സ്ഥാനാർത്ഥി സംബിത് പത്രയുടെ പരാമർശം വിവാദമായിരുന്നു. അതായത് വലിയൊരു വിവാദ പരാമർശം തന്നെയാണ് പുരിയിലെ സ്ഥാനാർത്ഥി സംബിത് പത്ര നടത്തിയത്. അതായത് ഭഗവാൻ ജഗന്നാഥൻ മോദി ഭക്തനാണ് എന്നായിരുന്നു പരാമർശം. ഇതിൽ വലിയ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളത് വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. ഒഡീഷ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കം വിഷയത്തിൽ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇത് BJPക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക BJP ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്ര ഒരു വലിയ വിവാദ പരാമർശം തന്നെയാണ്. ഭഗവാൻ ജഗന്നാഥൻ മോദി ഭക്തനാണെന്നുള്ള ഈ ഒരു പരാമർശം വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലേക്ക് വന്നാൽ ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം 52.02%. 6ാം ഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിൽ 14 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 52.02%. സുൽത്താൻപൂർ, അസ്മാഗർ, അലഹബാദ്, ജുവാൻപൂർ അടക്കം 14 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. സുൽത്താൻപൂരിൽ മേനക ഗാന്ധിയാണ് BJPക്കായി മത്സരിച്ചത്. അസമാഗറിൽ അഖിലേഷ് യാദവിൻ്റെ അടുത്ത ബന്ധുവാണ് ധർമ്മേന്ദ്ര യാദവ് ആണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു 14 മണ്ഡലങ്ങൾ, അതായത് ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, ഏറ്റവും 6ാം ഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ജനവിധി നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരവും ഒക്കെ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു. ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ഒരു മണ്ഡലത്തിലാണ് പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനം 51.35%. ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലാണ്. PDP നേതാവ് മെഹബൂബ മുഫ്തിയാണ് മത്സരിച്ചത്. മിയാൻ അൽത്താഫ് ആയിരുന്നു മുഫ്തിയുടെ എതിരാളി. ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ പശ്ചിമ ബംഗാളിൽ 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം 77.99%. വലിയ പോളിംഗ് ആണ്. ഇനിയും ആ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. തംലോക്ക്, ജാർഗ്രാം, അംബാല അടക്കം 8 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടിയത്. തംലൂക്കിലെ BJP സ്ഥാനാർത്ഥി അഭിജിത്ത് ഗംഗോപാധ്യായ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിക്കെതിരെ ലൈംഗിക പരാമർശം നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി കൂടിയാണ് അഭിജിത്ത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേബാംശു ഭട്ടാചാര്യാണ് അഭിജിത്തിനെ നേരിട്ടത്. ഇനി ജാർഖണ്ഡിലേക്ക് നമുക്കൊന്ന് വരാം. ജാർഖണ്ഡിൽ 4 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടിയത്. പോളിംഗ് ശതമാനം 61.41% രേഖപ്പെടുത്തിയത്. ഗിരിധർ, ധൻബാദ്, റാഞ്ചി, ജംഷഡ്പൂർ അടക്കം 4 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വിധി എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഘട്ടം കൂടിയാണ് നിൽക്കുന്നത്. ജൂൺ 1-ന്, അതിനുശേഷം ജൂൺ 4-ന് വിധി അറിയാം. ഏതായാലും വലിയ ആശങ്കയിലാണ് NDA മുന്നണി.